ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആട്ടോ. ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു തുണിയിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വിഡ്ത്തിൽ തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്കതൊന്ന് മടക്കി ക്യാൻവാസിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് ക്യാൻവാസ് ഇല്ലാതെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ബാക്ക് നെക്ക് ക്യാൻവാസ് ഇല്ലാതെയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് മാത്രമേ ക്യാൻവാസ് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ആ സെൻറ്ററിൽ കാണാനായിട്ടാണ് ഞാൻ എളുപ്പത്തിലൊന്ന് വരച്ച് വയ്ക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. രണ്ടെണ്ണത്തിൻ്റെയും നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ലൈനിങ് വെച്ചതിന് ശേഷം നേരെ മുകളിൽ നമ്മുടെ മെയിൻ ക്ലോത്തും കൂടെ വെച്ചിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. പിന്ന് കുത്തി വയ്ക്കണേക്കാളും നല്ലത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മാറിപ്പോവില്ല. രണ്ട് സൈഡ് ഞാനൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ചുളിവുകൾ വരാതിരിക്കാൻ നോക്കണം. നമ്മൾ ഒന്ന് അയൺ ചെയ്ത പോലെ കൈകൊണ്ട് തൂത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് പീസ്. അതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. കാരണം ഇതുപോലെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സെൻറ്റർ മാത്രം ഒന്ന് മാർക്ക് ചെയ്യണം. ഇതുപോലെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലെ ഒന്ന് വരച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നെക്ക് നല്ല കറക്റ്റായിട്ടിരുന്നോളും. അപ്പം നെക്കാണല്ലോ നമ്മുടെ ഈ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ഉടുപ്പിൻ്റെയൊക്കെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറഞ്ഞത്. അപ്പം നെക്ക് കുളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭംഗിയേ പോവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ആ ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ സെൻറ്ററും ഒരേപോലെ വയ്ക്കുക. അതിനാണ് രണ്ടിടത്ത് നമ്മൾ വരച്ച് വയ്ക്കുന്നത്. ആ വരകൾ തമ്മിൽ ഒരുപോലെ വയ്ക്കുക. എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലുള്ള പീസ് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇടുക. എന്നിട്ട് അതൊന്ന് മടക്കി ഉള്ളിലേക്ക് വയ്ക്കുക. ഞാൻ പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. പ്രസ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ഭംഗിക്കുറവ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല. ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല വൃത്തിയായിട്ടിരുന്നോളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ബാക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഞാനൊരു 2.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്താണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും എടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് നെക്കിൻ്റെ വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. താഴ്ഭാഗം കുറച്ച് വീതി കൂടിയും മുകളിൽ വീതി കുറഞ്ഞും ഇരിക്കുമ്പോൾ നെക്ക് കാണാനൊരു ഭംഗിയുണ്ടാവും. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു പീസ് നമ്മളിപ്പോൾ വരച്ച പീസില്ലേ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക റൗണ്ടിൽ. എന്നിട്ട് ആ പീസ് കളയരുത്. അത് വെച്ചിട്ട് വേണം നമുക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട്. ഒരു പീസ് തുണി എടുത്തിട്ട് 2ആയിട്ട് മടക്കി വെച്ചിരിക്കുക. അപ്പോൾ തുണിയുടെ ഫോൾഡഡ് സൈഡും നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസില്ലേ അതിൻ്റെ ഫോൾഡഡ് സൈഡും കൂടെ ഒരുപോലെ വെച്ചിട്ട് ചോക്കും കൊണ്ടൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളൊരു ഒന്നും കൂടെ ഒന്ന് വരച്ചെടുക്കുക ഈ രീതിയിൽ. എന്നിട്ട് രണ്ടാമത് വരച്ച വരയെ കൂടെ ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷം ഉള്ളിലുള്ള പീസും കൂടെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മളതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ഭാഗം നമുക്കതൊന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡ് പുറം സൈഡാണ് നമ്മൾ 4 ഇഞ്ച് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നെക്കും ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കും ലൈനിങ്ങും കൂടെ ചേർന്നിരിക്കാനായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. കൊടുത്തില്ല എന്നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാൽ മാറിപ്പോകാതിരിക്കാനായിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ പീസ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക കൃത്യമാണോ എന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാറിപ്പോവില്ല. കൂടുതലും ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അങ്ങേയറ്റം എത്തുമ്പോൾ അപ്പുറത്തെ സൈഡ് എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഈ ഒരു നമ്മൾ കട്ട് ചെയ്തേക്കണ പീസ് ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതൽ വരും. അപ്പോൾ കഴുത്തിനൊരു ചെരിവ് വരും. അപ്പോൾ സെൻറ്ററിൽ നിന്നാകുമ്പോൾ 2 സൈഡിലേക്കും കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയായിരിക്കും നല്ലത്.
അപ്പോൾ ഈ നൂല് പൊട്ടിപ്പോകുന്ന പരിപാടി ഈ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ മാത്രമുള്ള പരിപാടി കേട്ടോ. അല്ലാത്തപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. ഈ വീഡിയോ ഓൺ ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു 50 പ്രാവശ്യം നൂല് പൊട്ടിപ്പോകും, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഞാൻ കമഴ്ത്തിയായിരുന്നു കേട്ടോ വെച്ചായിരുന്നു. ഇപ്പം ഞാൻ നേരെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ കുഴപ്പമില്ല, അല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നാലും ശരിയായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ സെൻറ്ററിൽ നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ആ ഷോൾഡർ 2 കൂടി ഒന്ന് ജോയിൻ ചെയ്ത് പിടിപ്പിക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് 2 സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ സ്ലീവൊക്കെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് വളരെ എളുപ്പമാട്ടോ. ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോൾ അപ്പം തന്നെ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഏതാ, അല്ല താഴ്ഭാഗം ഏതാ മുകൾ ഭാഗം ഏതാന്ന് നമുക്ക് മാറിപ്പോവും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം താഴ്ഭാഗം പ്ലീറ്റ് ഇട്ടിട്ട് അവിടെ ആ ഒരു പടി നമ്മൾ എക്സ്ട്രാ പിടിപ്പിക്കുന്നില്ല, ആ പടി അങ്ങ് പിടിപ്പിച്ച് വെച്ചോളുക. അപ്പോൾ നമുക്കിതിനകത്ത് പടി പിടിപ്പിക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്ത് ചീത്ത വശത്താണ് കേട്ടോ ഞാൻ പടി പിടിപ്പിക്കുന്നത്. പടിയുടെ നല്ല വശവും നമ്മുടെ സ്ലീവിൻ്റെ ചീത്ത വശവും ഒരുമിച്ച് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് പതിച്ചടിക്കാം. ഇനി നമ്മൾ ആ ഒരു പീസ് നല്ല വശത്തേക്ക് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് മടക്കി വെക്കേണ്ടതാണ്. നമ്മളൊരു 3 ഇഞ്ച് വീതിയുള്ള പീസാട്ടോ ഇത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് കറക്റ്റ് നമ്മൾ ആ പ്ലീറ്റ് ഇട്ടേക്കുമ്പോൾ അടിക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടിക്കുക. തയ്യൽ തുമ്പ് കാണരുത്, കാണാത്ത രീതിയിൽ. തയ്യൽ തുമ്പല്ല, സ്റ്റിച്ച് കാണരുത്. സ്റ്റിച്ച് കാണാത്ത രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് വിടുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. നമുക്ക് നല്ല വശത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചിടാം. ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് പതിച്ച് ഇതുപോലെ അടിച്ചെടുക്കാം. ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. അപ്പോൾ സ്ലീവ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് താഴ്ഭാഗം ഏതാ മുകൾ ഭാഗം ഏതാണെന്ന് മാറിപ്പോകാതിരിക്കും കേട്ടോ. അല്ലെങ്കിൽ സ്ലീവ് ഇങ്ങനെ പ്ലീറ്റ് ഇട്ടെടുക്കുമ്പോൾ രണ്ടും ഒരുപോലെ ഒരു ബോൾ പോലെ ഇരിക്കും. അപ്പോൾ ഏതാണെന്ന് കൺഫ്യൂഷനാവും. അപ്പോൾ നമ്മുടെ 2 സ്ലീവ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് നമ്മുടെ ഫ്രോക്കിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ലെങ്ത്താണോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. സ്ലീവിൻ്റെ ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് എത്രയാണ്, 6 ഇഞ്ചാണ് നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിങ് വേണ്ടേ. അവിടെയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രോക്കിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ആം ഹോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് തികഞ്ഞില്ലെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യണം. അതിൻ്റെ നമ്മൾ ആ പ്ലീറ്റ് ഇട്ട് കൊടുത്തേക്കണമില്ലേ, അതിലൊരു 2-3 പ്ലീറ്റ് അഴിച്ചിടണം. 2 സൈഡിലും ഒരേപോലെ അഴിച്ചിടണം. ഇപ്പുറത്തെ സൈഡിൽ 2 പ്ലീറ്റ് അഴിക്കുകയാണെങ്കിൽ അപ്പുറം അതുപോലെ തന്നെ അഴിച്ചിടണം. അപ്പോൾ എത്തിക്കോളും. ഇനി നമുക്കതിൻ്റെ ബോഡി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിങ് വേണ്ടത് 6 ഇഞ്ചാണ്. ഞാനവിടെ 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് വരച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ വരയിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ചുളിവുകളൊന്നും ഇല്ലാതെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കണ പോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചെയ്യുക. ഇനി നമുക്ക് പ്ലീറ്റാണ് ഇടുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ആകെ 4 പീസാണുള്ളത്. ആ 4 പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ താഴ്ഭാഗം ഫുള്ളായിട്ട് റൗണ്ടിൽ അടിച്ചേക്കണോണ്ട് എല്ലാ പീസും ജോയിൻ ചെയ്തെടുത്തിട്ട് റൗണ്ടിൽ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം പ്ലീറ്റ് ഇട്ടാലും മതി. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗം ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി അടിക്കുക. ഫുള്ളായിട്ട് 1/4 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളത് പ്ലീറ്റ് ഇട്ടെടുക്കണം. എന്നിട്ട് അത് ആ ഒരു നമ്മുടെ ഫ്രോക്കുണ്ടല്ലോ, ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ. 3 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 46 ഇഞ്ച് ലെങ്ത്ത് വരെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നൈറ്റി ബിറ്റില്ലേ, അതുപോലത്തെ മേടിച്ചാലും മതി. നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.